താമരശ്ശേരിയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ച 9-കാരി അനയയുടെ സഹോദരനും രോഗം സ്ഥിരീകരിച്ചു. ചികിത്സയിൽ കഴിയുന്ന 7 വയസ്സുകാരന് ഇന്ന് നടത്തിയ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത്. മിഥില ബാലൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കോഴിക്കോട്ട് നിന്ന്. മിഥില, ഒരു കേസ് കൂടി സ്ഥിരീകരിക്കുന്നു. വിവരങ്ങൾ എന്താണ് മിഥില? ശ്രീജിത്ത്, ഇന്ന് രാവിലെയാണ് ഈ കുട്ടിയുടെ പരിശോധനാ ഫലം വന്നത്. പരിശോധനാ ഫലം പോസിറ്റീവാണ്. നിലവിലിപ്പോൾ രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലുള്ള ആളുകളുടെ എണ്ണം 3ആയി. ഈ കുട്ടി എന്നത് കഴിഞ്ഞ 2-3 ദിവസമായി രോഗലക്ഷണങ്ങളോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ആദ്യം നടത്ത പരിശോധനയിൽ നെഗറ്റീവായിരുന്നു. പക്ഷേ വീണ്ടും രോഗലക്ഷണങ്ങൾ തുടർന്ന ഒരു സാഹചര്യത്തിൽ വീണ്ടും പരിശോധന നടത്തുകയായിരുന്നു. ആ പരിശോധനാ ഫലമാണ് ഇന്ന് രാവിലെ വന്നത്. അതിലാണ് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. മറ്റ് ചികിത്സയിലുള്ള മറ്റ് 2 പേർ എന്നത് 3 മാസം പ്രായമുള്ള ഒരു കുഞ്ഞും ഒപ്പം തന്നെ 31 വയസ്സുള്ള യുവാവുമാണ്. ഈ കുഞ്ഞ് ഇപ്പോഴും വെന്റിലേറ്ററിൽ തന്നെ തുടരുകയാണ്. യുവാവും ഐസിയുലാണ്. 2 പേരുടെയും ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു എന്നാണ് ആശുപത്രിയുമായി ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ രോഗം സ്ഥിരീകരിച്ച ഈ ആൺകുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്ന വിവരമാണ് ലഭ്യമായിട്ടുള്ളത്. ഒപ്പം തന്നെ എവിടെ നിന്നും ഈ രോഗം സ്ഥിരീകരിച്ചു എന്നത് ഇതുവരെയും, താമരശ്ശേരി കേസിൽ ഈ മരിച്ച അനയ്ക്ക് എവിടെ നിന്ന് രോഗം വന്നു എന്നത് ഇതുവരെയും സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ കുട്ടി കുളത്തിൽ കുളിച്ചിട്ടുണ്ട്. അതേ കുളത്തിൽ തന്നെ ഈ സഹോദരങ്ങളും കുളിച്ചിട്ടുണ്ട്. 2 സഹോദരങ്ങളാണുള്ളത്. അതിൽ 2 പേരും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി ചികിത്സയിലുണ്ട്. പക്ഷേ ഒരാൾക്ക് മാത്രമാണ് നിലവിൽ ഇപ്പോൾ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഈ സമാനമായ, അതായത് അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ സമാനമായ ലക്ഷണങ്ങളോടെ ഒരു സഹോദരനായിരുന്നു അവിടെ ചികിത്സയിലുണ്ടായിരുന്നത്.